ഇനി നമുക്ക് പതുക്കെ അടുത്തതായിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് പഠിക്കാം. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഇപ്പം നമ്മളെല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് ആരാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഈസി ആയിട്ട് പഠിച്ചു. ഇനി അടുത്ത് പറയാൻ പോണത് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവിൽ നിന്ന് അതുപയോഗിച്ച് അതിൻ്റെ ഐഡിയാസ് ഉപയോഗിച്ച് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കാണാൻ പോവുക. അപ്പോൾ ഞാനിവിടെ ആദ്യം നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണിച്ചു തരാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് കാണിച്ചു തരാം. ഇനി അതുപയോഗിച്ച് നിങ്ങൾക്ക് ബാക്കി കോസ് ഇൻവേഴ്സ് ആയിക്കോട്ടെ, അവരെ അങ്ങനെ സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, അവരുടെയൊക്കെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉൾപ്പെടുന്ന ഡെറിവേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് തുടങ്ങാം. അപ്പോൾ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അസ്യൂമിങ് ഇറ്റ് എക്സിസ്റ്റ്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് എല്ലാ വാല്യൂസിനും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്ന അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വൈ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ സൈൻ ഇൻവേഴ്സ് എക്സിനെ വൈ എന്ന് വിളിച്ചു. അപ്പോൾ ലെറ്റ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയാറുണ്ട് സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ സൈൻ കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് വെക്കും. അപ്പോൾ നമുക്കതിനെ അടുത്ത സ്റ്റെപ്പിൽ സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഇതിനെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അടുത്ത സ്റ്റെപ്പിൽ ഡി വൈ ബൈ ഡി എക്സ് ഒറ്റയ്ക്കാക്കി ഈ കോസ് വൈനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് വൈ. ഇനി അതിൽ വൈയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇതൊരു റാഷണൽ പോലെയാണ്. 1 ബൈ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. അതായത് കോസ് വൈ നെവർ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പൈ ബൈ 2 അല്ലെങ്കിൽ മൈനസ് പൈ ബൈ 2 വന്നാലാണ് കോസ് പൈ ബൈ 2 കോസ് മൈനസ് പൈ ബൈ 2 ഒക്കെയാണ് 0 ആവുക. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആൻസർ ആയിട്ട് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 വന്നാലാണ് കുഴപ്പം. എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആൻസർ ആയിട്ട് പൈ ബൈ 2 വരരുത്, മൈനസ് പൈ ബൈ 2 വരരുത്. അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. അത് നമ്മളൊന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണ് വരുന്നത് എങ്കിൽ അപ്പോഴേ ഇത് ഡിഫൈൻഡ് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതായത് ഓപ്പൺ ഇൻറ്റർവൽ -1 1ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ നമ്മളിത് ഒന്ന് മനസ്സിൽ വെക്കുക. ഈ കിട്ടിയേക്കണ ഈ സ്റ്റെപ്പ് വരെ ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ വൈ ആണ്. സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 മൈനസ് കോസ് സ്ക്വയർ വൈ ആണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് വിചാരിക്കാം. 1 മൈനസ് സൈൻ സ്ക്വയർ വൈ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ പ്രോബ്ലത്തിൽ സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഈക്വൽ ടു സൈൻ വൈക്ക് പകരം എക്സ് കൊടുത്തു. നമുക്ക് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വിചാരിക്കാം. അടുത്ത സ്റ്റെപ്പിൽ കോസ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ ഹോൾ സ്ക്വയർ, സ്ക്വയർ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കോസ് വൈ ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. കോസ് വൈ ഈക്വൽ ടു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ദെൻ വൈ ഈക്വൽ ടു കോസിന് അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് കോസ് ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മുടെ വൈ ആരാ? വൈ പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ദെയർഫോർ വൈക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ദെയർഫോർ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി.
ഈ കിട്ടിയ കാര്യം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന dy/dx ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ 1 എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ പുട്ട് ദിസ് ഇൻ ഇക്വേഷൻ 1. പുട്ട് ദിസ് ഇൻ ഇക്വേഷൻ 1. ഇപ്പോൾ കിട്ടിയ റിലേഷൻ ഇക്വേഷൻ 1 കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ dy/dx ഈക്വൽ ടു 1/cos ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് കിട്ടിയേക്കുന്നത്. അതിലെ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ഈ വാല്യൂ കൊണ്ട് കൊടുക്കുക. അതായത് കോസ് ഇൻവേഴ്സ് റൂട്ട് 1 - x² കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ -1 1 കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ 1/√1 - x² എന്ന് എഴുതാം. അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്നുകൂടി ഭംഗിയിൽ നമുക്ക് പഠിക്കാൻ പാകത്തിന് d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 - x² എന്ന് എഴുതാം. നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു റിസൾട്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് കോസ് ഇൻവേഴ്സിൻ്റെയും കാണാം, മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് ഇപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ പോണത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ലെറ്റ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിനെ ജസ്റ്റ് ഒരു y എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ y ഈക്വൽ ടു എക്സ് എന്ന് പറയാം. ടാൻ y ഈക്വൽ ടു എക്സ് എന്ന് പറയാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടാൻ വൈയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം sec² എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² ഇൻറ്റു dy/dx. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. മുമ്പ് ചെയ്ത പോലെ dy/dx ഇവിടെ നിർത്തി sec² അപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് dy/dx ഈക്വൽ ടു 1/sec² എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടി. ഇതിൽ ഈ sec² നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. sec² ഈക്വൽ ടു 1 + tan²y. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ sec² പകരം 1 + tan²y എന്ന് എഴുതാം. 1 + tan²y എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയേ, tan y എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ tan²y എന്ന് പറഞ്ഞാൽ tan²y എന്ന് പറഞ്ഞാൽ tan y ഹോൾ² ആണ്. tan y എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/1 + x² എന്ന് പറയാം. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് y ആണെങ്കിൽ dy/dx 1/1 + x². അപ്പോൾ ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് 1/1 + x². ഇതുപോലെ മറ്റ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഐഡിയ ഉപയോഗിച്ച് ഇതുപോലെ ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കതൊക്കെ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ ടേബിളിൽ. അപ്പോൾ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x² നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഡാഷിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ -1 1. അവിടെയാണ് ഇത് ഡിഫൈൻഡ് ആവുള്ളൂ. ഇനി കോസ് ഇൻവേഴ്സ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ വെറും 1/√1 - x². കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ -1/√1 - x². അതിൻ്റെയും ഡൊമൈൻ -1 ഓപ്പൺ ഇൻ്റർവൽ -1 to 1. ടാൻ ഇൻവേഴ്സ് എക്സ് ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരിക കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². ഡൊമൈൻ റിയൽ നമ്പർ. ഇതുപോലെ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ -1/x × √x² -1. അതിൻ്റെ ഡൊമൈൻ -∞ to -1 യൂണിയൻ 1 to ∞. അതായത് -1 തൊട്ട് 1 വരെയുള്ള ഭാഗം ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ സീക്ക് ഇൻവേഴ്സിൽ ഇതിൻ്റെ ചിഹ്നം ഒന്ന് മാറ്റിയാൽ മാത്രം മതി. കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ -1/1 + x². ഡൊമൈൻ റിയൽ നമ്പർ. സോ ഇതിൻ്റെ ഒക്കെ നോക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് പഠിച്ചാൽ കോസ് ഇൻവേഴ്സ് പറയാൻ സുഖമാണ്. ജസ്റ്റ് ഒരു മൈനസ് ചേർത്താൽ മതി. കൊസീക്ക് ഇൻവേഴ്സ് പഠിച്ചാൽ സീക്ക് ഇൻവേഴ്സ് പറയാൻ സുഖമാണ്. ടാൻ ഇൻവേഴ്സ് പഠിച്ചാൽ കോട്ട് ഇൻവേഴ്സ് പറയാൻ സുഖമാണ്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് പഠിക്കുക,
കൊസീക്ക് ഇൻവേഴ്സ് പഠിക്കുക, ടാൻ ഇൻവേഴ്സ് പഠിക്കുക. ബാക്കിയൊക്കെ തന്നെ കിട്ടിക്കോളും. ഓക്കെ.